രാജ്യ തലസ്ഥാനം ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു ബി.ജെ.പിക്ക് മൂന്നാം വട്ടവും ദേശീയ തലത്തിൽ അധികാരത്തിൽ തുടരാൻ കഴിയുമ്പോഴും ഉണ്ടാകുന്ന ഒരു ആശാഭംഗം എന്ന് പറയുന്നത്. അതുകൂടി കൈപ്പിടിയിലൊതുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആത്മവിശ്വാസം പ്രതിപക്ഷം പുലർത്തിയിരുന്നുവെങ്കിൽ ഇനി ബീഹാർ മാത്രമാണ് അവശേഷിക്കുന്നത്. ബീഹാറും ഈ വഴിക്കാണോ എന്നതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലത്തിൽ ബി.ജെ.പിയുടെ തേരോട്ടം തന്നെയാണ്, താമരക്കാലം തന്നെയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് എന്നുള്ളതാണോ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഭയക്കുന്നത് ഈ ഘട്ടത്തിൽ? ഇവിടെ ഭയത്തിന്റെയോ ജയത്തിന്റെയോ അങ്ങനെയൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. ആ ഫലത്തെ സംബന്ധിച്ചോ അതിന്റെ അനുബന്ധ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചോ വ്യത്യസ്തമായ സമയങ്ങളിൽ വിലയിരുത്തി ചർച്ചകൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ പ്രാഥമികമായി നമ്മളൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുമ്പോൾ ഫലം അംഗീകരിക്കുന്നു, ജയിച്ചവരെ അഭിനന്ദിക്കുന്നു. ഈ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അവിടെ രാഷ്ട്രീയ വിജയം ആർജിക്കാൻ കഴിയുന്ന പാർട്ടിക്കും മുന്നണിക്കും ഒട്ടേറെ സന്തോഷമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ, അതിന്റെ ഒരു ഹുങ്കും ചർച്ചയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അതിനൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം, മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർന്നു വരേണ്ടതുണ്ട്. ഉയർന്നു വരുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങുമ്പോൾ വ്യത്യസ്തമായ നിലപാടുകളുള്ള, ആശയങ്ങളുള്ള ആളുകളാണ് പല സന്ദർഭങ്ങളിലും യോജിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ ഉണ്ടാക്കിയ സഖ്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ചെറുതായാലും വലുതായാലുമുള്ള കക്ഷികളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ബന്ധപ്പെട്ട പാർട്ടിയുടെ പല നേതാക്കളും പല സന്ദർഭങ്ങളിലും ചെയ്ത പ്രവർത്തികളിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടക്കുന്ന മുഴുവൻ ക്യാമ്പയിനുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ആം ആദ്മി പാർട്ടി ജയിക്കുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസുകാർ ഇല്ലാതാക്കി. ഞങ്ങൾ എന്തോ മഹാപാതകം ചെയ്തത് കൊണ്ട് ബി.ജെ.പിക്ക് അവിടെ അധികാരം കിട്ടി എന്ന തരത്തിലെ ചോദ്യമാണ് സാധാരണഗതിയിൽ അങ്ങ് ഒരുപക്ഷെ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് കോൺഗ്രസ് നേടിയ വോട്ടുകൾ പ്ലസ് ആം ആദ്മി പാർട്ടി നേടിയ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് 50% കടന്ന് കൃത്യമായി ഡൽഹിയിൽ വീണ്ടും ഒരു ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിൽ വരാൻ കാരണമാകാൻ കഴിയുന്നതായിരുന്നു. അവിടെ കോൺഗ്രസ് ഒരു കുറ്റബോധത്തിന് ആവശ്യമുണ്ടോ? കുറ്റബോധം അതിലേക്കാണല്ലോ ഞാൻ വന്നത്. കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ കഴിഞ്ഞു പോയത്. ഹരിയാനയിൽ 90 സീറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് ഏകപക്ഷീയമായി ജയിക്കാൻ കഴിയാവുന്ന ഒരു സംസ്ഥാനത്ത് ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 3 സീറ്റിന്റെ തർക്കമുണ്ടാക്കി അവിടെ മത്സരിക്കുന്നതിന് ഒരു മടിയും ആം ആദ്മി കാണിച്ചില്ലല്ലോ. കാണിച്ചോ? ഒരു സീറ്റിൽ ഞങ്ങൾ തോറ്റത് 32 വോട്ടിനാണ് മാധു. മറ്റ് 2 സീറ്റുകളിൽ തോറ്റത് ഞങ്ങൾ 1000 വോട്ടിനാണ്. 5000-ൽ താഴെയാണ് 10 സീറ്റുകളിൽ തോറ്റത്. ഞങ്ങൾക്ക് ഈസിയായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തിയുള്ള സംസ്ഥാനമായിരുന്നു ഹരിയാന. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. ആ അനുകൂലമായ സാഹചര്യത്തെ ഇല്ലാതാക്കുന്നതിന് 13 സീറ്റുകളിൽ ബി.ജെ.പിയുടെ ഇലക്ഷൻ കമ്മീഷന്റെയും ഇലക്ഷൻ അട്ടിമറിക്കുന്ന നടപടിക്രമങ്ങൾ നടന്നെങ്കിലും അതിനെയും അതിജീവിച്ച് ജയിക്കാൻ കഴിയുന്ന കരുത്തങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ഞങ്ങളുടെ തോൽവി കാരണമായ നിലപാട് എന്തുവല്ല 3 സീറ്റ് ഡിമാൻഡ് ചെയ്തത് കൊടുക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കളെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശക്തിയുള്ള സംവിധാനമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു സ്റ്റേറ്റിൽ ആം ആദ്മി പാർട്ടി വിട്ടുവീഴ്ച നടത്താൻ തയ്യാറായില്ലല്ലോ. ഇവിടെ ഞങ്ങളാണോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഐക്യം തകർത്തത്? ഞങ്ങളാണോ തകർത്തത്? അരവിന്ദ് കെജ്രിവാളിന്റെ ട്വീറ്റ് ഇപ്പോഴും നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഞങ്ങൾ ശക്തി തെളിയിച്ചേ മതിയാകും, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, ആരുമായിട്ടും അലയൻസ് നടപടിക്കില്ല എന്ന് പറഞ്ഞത് ആരാ? അരവിന്ദ് കെജ്രിവാളല്ലേ? അല്ല, ഞങ്ങളാണോ പറഞ്ഞത്? ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങൾ സീറ്റിന്റെ പേരിൽ ഡിമാൻഡ് വെച്ചോ? ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടിയാലേ മുന്നണിയുമായി മുന്നോട്ട് പോകുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഹരിയാനയിൽ ആം ആദ്മി കോൺഗ്രസ് പാർട്ടിയോട് പറഞ്ഞ പോലെ ഒന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല മാധു. ശരി,